നമ്മളെ ഷെഫ് കുട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണ് അടുത്തത്. അപ്പം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇവരിതുപോലെ ആളുകൾ ഞാൻ മത്സ്യപ്പെടുമ്പോൾ അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ തെരഞ്ഞെറിഞ്ഞ് ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കുഞ്ചൂസിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ കുറച്ചായി. ഇപ്പോൾ ഇതായി നമ്മളെ ഷെഫ് കുട്ടൻ്റെ എൻഗേജ്മെൻ്റ് ആണ് അടുത്തത്. ഷെഫ് കുട്ടൻ്റെ എൻഗേജ്മെൻറ്റ് ഇതാ ഈ വരുന്ന ഡിസംബർ 25th കേട്ടോ, ക്രിസ്മസിൻ്റെ അന്നാ. അതുപോലെ എൻ്റെ ബർത്ത്ഡേ 23rd ഷെഫ് കുട്ടൻ്റെ ബർത്ത്ഡേ 29th പിന്നെ സായിക്കുട്ടൻ്റെ ബർത്ത്ഡേ ഇതാ അപ്പോൾ കഴിഞ്ഞു. അങ്ങനെ ഡിസംബറിൽ കുറേ നല്ല വിശേഷങ്ങൾ സമയമാണല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളുടെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മൾ എൻഗേജ്മെൻറ്റ് ഇടുന്ന ഡ്രസ്സും പിന്നെ ഞാൻ കുറച്ച് ഓൺലൈനിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എനിക്ക് വലിയ ബഹളങ്ങളുണ്ടായാലും പ്രശ്നമില്ല, കാരണം ഞാൻ ഈ മൈക്ക് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും കാണാറില്ല. അപ്പോൾ അത്യാവശ്യം നോയിസ് കട്ടൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ പരിപാടിക്ക് ഇടുന്ന ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലേ എന്താ പറയുക, മനസ്സിലിങ്ങനെ റെഡ് കളറായിരുന്നു, റെഡ് കളർ ഇടാം. അപ്പോൾ ഷൈത്ത് വെച്ചപ്പോൾ ഷൈത്യം റെഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും നോക്കി റെഡ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു റെഡ് ഡ്രസ്സ് ഉണ്ടായിരുന്നു ഡിസൈൻ ചെയ്തത്. അത് എന്തെങ്കിലും ഫംഗ്ഷൻ ഇടാമെന്ന് വിചാരിച്ചു വെച്ചാൽ അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഈ റെഡ് ഇട്ടാലോ എന്ന് തോന്നി. പുതിയത് ഡിസൈൻ ചെയ്യിക്കണ്ടല്ലോ. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈൻ ചെയ്ത് തന്നാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളതാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഇത് ഇടാം എന്നൊക്കെ ഓർത്തിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴാണ് എനിക്ക് കവിത ഗോൾഡിൽ നിന്ന്, പട്ടാമ്പി കവിത ഗോൾഡിൽ നിന്ന് അവരെന്നെ ഒരു പ്രൊമോക്ക് വേണ്ടി വിളിച്ചത്. അപ്പോൾ എനിക്ക് ക്രിസ്മസും ആണ്, ജ്വല്ലറിയാണ്, അപ്പോൾ ഒരു റെഡ് ഡ്രസ്സാണെങ്കിൽ അടിപൊളിയാവും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഡ്രസ്സാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഭയങ്കര എലഗൻ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഇങ്ങനെ നല്ല രസമായിട്ട് ഇത് കണ്ടോ, ആ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കണല്ലേ. ഈ ഒരു ഹാൻഡ് വർക്ക് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇവരിതുപോലെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പേജാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇതിനിങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഷാള ഞാനിത് ഇട്ടിട്ടൊരു വീഡിയോയിൽ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇവരുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ സൂപ്പർ പേജ്. അപ്പോൾ എന്തായാലും ഷെഫ് കുട്ടിൻ്റെ എൻഗേജ്മെൻറ്റ് പിന്നെ ഈ ഡ്രസ്സ് ഇടാൻ പറ്റുമല്ലോ, മനസ്സിൽ റെഡ് ഡ്രസ്സ് വരുന്നു. അപ്പോൾ എന്തായാലും ഞാനൊരു റെഡ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാൻ പാക്ക് ചെയ്യുന്ന വീഡിയോയിലോ പിന്നെ എൻഗേജ്മെൻറ്റ് വീഡിയോയിൽ എന്തായാലും കാണാമല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഡ്രസ്സും ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് റെഡിൽ തന്നെയാണ് വിചാരിച്ചിട്ടുള്ളത്. ഓർഡർ ചെയ്ത് ഒരുപാട് സാധനം കിട്ടിയില്ല, ഇന്നും കിട്ടാനുള്ളതായിരുന്നു. പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഓൺ ദ വേ എന്ന് കാണിക്കുന്നുണ്ട്. അതൊക്കെ കിട്ടിയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. ഇവിടെ കൊടുക്കാം. ഇതിങ്ങനെ കയ്യിലിടുന്ന നമ്മളിങ്ങനെ കാണാറില്ലേ, കുറേ വിചാരിക്കണം ഇങ്ങനത്തെ ഒരു ഗോൾഡ് ഉണ്ടാക്കണം. അതിൻ്റെ നല്ലൊരു പീസ് കണ്ടപ്പോൾ ഇതുപോലെയാണ് കയ്യിൽ കിട്ടിയപ്പോഴും നമ്മൾ കണ്ട ആ ഒരു പീസിൻ്റെ പോലെ തന്നെ ആയിരുന്നു കേട്ടോ. ചിലത് കയ്യിൽ കിട്ടുമ്പോൾ വേറെ എല്ലാവർക്കും, മിന്ത്രയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും പിന്നെ അങ്ങനെയാണ് കേട്ടോ. ഇതുപോലെ കയ്യിലിടുന്നൊരു സംഭവം വാങ്ങിയിട്ടുണ്ട്. പിന്നെ മാലയും കമ്മലും ഞാനൊരു ചോക്കറാണ് ഇടുന്നത് കേട്ടോ, അങ്ങനത്തെ സെറ്റായിട്ടുള്ള. അപ്പോൾ അതായത് സൈഡിൽ ഞാൻ വീഡിയോ കാണിക്കാം. അതായത് പ്ലെയിൻ റെഡ് ഡ്രസ്സാണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒരു ബ്ലൂ കളറൊന്ന് കോൺട്രാസ്റ്റ് കൊടുത്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഇടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ ചെരുപ്പ് ഇതാണ് ഈ ഒരു ചെരുപ്പ് കയ്യിൽ കിട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ഒരു ചെരുപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എൻഗേജ്മെൻ്റ് ആകുമ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണോ. നമ്മളെ സ്കിന്നും കാര്യങ്ങളൊക്കെ ശരിയാക്കണ്ടേ, എനിക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ കുറച്ചും കൂടി വെള്ളമൊക്കെ കുടിച്ച് ഉറക്കൊക്കെ ഒന്ന് കറക്റ്റാക്കി സ്കിന്നൊന്നും കൂടി നല്ലതാക്കി പരിപാടിക്ക് പോകുന്നതിൻ്റെ മുന്നേ അങ്ങനത്തെ പ്രിപ്പറേഷൻ പരിപാടിയൊക്കെ ഉണ്ട്. നല്ല ഡിസംബർ മാസം ആയില്ലേ. ഡിസംബർ മാസത്തിൽ നല്ല രസമാണല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു മാസമാണ് കേട്ടോ. നല്ല ക്ലൈമറ്റും അതെ, ഇച്ചിരി നല്ല തണുപ്പൊക്കെ അല്ലേ രാവിലെ എണീക്കുമ്പം. പിന്നെ ഇങ്ങനെ എല്ലായിടത്തും ഭയങ്കര സ്റ്റാർ. നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ക്രിസ്ത്യൻസിൻ്റെ വീടാണല്ലോ എന്നും പറഞ്ഞിട്ടില്ലേ ചേച്ചി. അപ്പോൾ അവരുടെ വീട് നല്ല സ്റ്റാർസും ഒക്കെ ആയിട്ട് അവർ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ കാണാൻ ഭയങ്കര രസമാണല്ലോ. നമ്മൾ പുറത്തുകൂടി പോകുമ്പോഴൊക്കെ ഇങ്ങനെ സ്റ്റാർസൊക്കെ നോക്കിയിട്ട് കാണുമ്പോൾ സന്തോഷമാണല്ലോ. അങ്ങനെ ഡിസംബർ മാസം ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഒറ്റ ബുദ്ധിമുട്ടുള്ളൂ, ഈ തണുപ്പ് കൊള്ളാനൊക്കെ നല്ല സുഖമാണ്. പക്ഷേ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് ആവുന്ന ഒരു മാസമാണ് കേട്ടോ. പ്രത്യേകിച്ച് നോർമൽ ടു ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ, ഒന്നും കൂടി ഡ്രൈനെസ് കൂട്ടുന്നൊരു മാസമാണ്. എനിക്കൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു വൈറ്റ് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് പോയാൽ ഇവിടെയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് കാണാം, കാരണം അവർ ഡ്രൈനെസ് ഉള്ളതുകൊണ്ടേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു മാസമാണ്. അപ്പോൾ കുറച്ച് മുന്നേ ഒന്നും നമുക്ക് അറിയില്ല എന്താണ് ഈ ഡ്രൈനെസ്. അതായത് നമ്മൾ കയ്യിലിങ്ങനെ വരക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വൈറ്റ് വരകളൊക്കെ ഇങ്ങനെ വീഴും, കാലിലും അതെ. അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആയിട്ടാണ്. അപ്പോൾ ഇതിന് മോയ്സ്ചറൈസർ തേക്കണം എന്നുള്ളതൊന്നും നമുക്ക് അന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ ഡിസംബർ ആകുമ്പോൾ നല്ല സന്തോഷമാണെങ്കിലും സ്കിന്നിൻ്റെ കാര്യം അലച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരിക്കും. പക്ഷേ ഇപ്പോൾ പിന്നെ നമുക്കറിയാം നന്നായിട്ട് സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്ത് നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കണം. അതായത് വിൻ്റർ സീസൺ ആകുമ്പോൾ കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കണം, നല്ല മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ നമുക്കത് അറിയാം. കാരണം മാർക്കറ്റിൽ പലതരം മോയ്സ്ചറൈസേഴ്സ് ഉണ്ട്, പലതിലും പല കെമിക്കൽസും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സ്കിന്നിന് നമ്മൾ നന്നാക്കാൻ വേണ്ടി തേക്കുമ്പോഴത്തേനും ഭയങ്കര ഹാംഫുൾ ആവുകയാണ് ചെയ്യുക. പലരും കമൻറ്റിൽ പറയും താത്ത ഇതൊക്കെ തേച്ച് മുഖം ഉള്ളത് കേട് വരുത്തണ്ടെന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ നല്ല ബ്രാൻഡ്, സർട്ടിഫൈഡ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ, സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ള ബ്രാൻഡിൻ്റെ ഒക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുള്ളത്,
ഡാമേജ് ആവില്ല. അപ്പം ഈ ഒരു വിൻ്റർ സീസണിൽ നമ്മളൊരു എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മോയ്സ്ചറൈസിങ് ക്രീമുകൾ തന്നെയാണ്. അപ്പോൾ കുറച്ച് നല്ല മോയ്സ്ചറൈസിങ് ക്രീമുകൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. ഇത് മാമാ എർത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്രാ ഫുൾ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ഇത് 24 hours വരെ നമ്മളെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ആയിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ക്രീമാണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് ബീട്രൂട്ടും അതുപോലെ ഹൈലറോണിക് ആസിഡുമാണ്. ബീട്രൂട്ടിന് എല്ലാവർക്കും അറിയുന്ന പോലെ സ്കിന്നിൻ്റെ ഒരു സ്കിൻ ഗ്ലോക്കും ഒരു ബ്രൈറ്റ്നസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിനെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സപ്പിളാക്കി വെക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ചേർന്ന് നല്ല അടിപൊളിയുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് രാവിലെ എണീറ്റ് ഉടനെ ഇതുപോലെ മുഖൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ എന്തായാലും ഇത് വാഷ് ഔട്ടേ പോലെ പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം. അതുപോലെ ഈവനിങ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്ത് മാത്രമല്ല കേട്ടോ, കയ്യിലും കാലിലും എല്ലാം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലായിടത്തും നല്ല മോയ്സ്ചറായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് നോക്കാം. ഒരു സൈഡിൽ ഞാൻ മാമാ എർത്തിന്റെ ബീട്രൂട്ട് ഹൈഡ്രാ ഫുൾ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത സൈഡിൽ ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, വേറൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസിൻ്റെ കണ്ടല്ലേ, ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അതും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് രണ്ട് സൈഡൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിൽ ഇതാ ഞാൻ മാമാ എർത്തിന്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണത് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. അപ്പം തന്നെ സ്കിന്നിൽ ഇത് അബ്സോർബ് ആവുന്നുണ്ട് കണ്ടോ. ഇൻസ്റ്റൻ്റ്ലി തന്നെ നമ്മൾ സ്കിന്നിൽ ഇത് അബ്സോർബ് ചെയ്യും. കാരണം ഇത് അത്ര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ആ ഒരു സൈഡ് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സ്കിന്നിനൊരു ഗ്ലോ എഫക്റ്റും ഉണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കണ്ടോ. ഇങ്ങനെ തിക്കണായിട്ട് നിൽക്കുന്ന ചില മോയ്സ്ചറൈസിങ് ക്രീമുകളുണ്ട്. ഇത് നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ അപ്ലൈ ചെയ്തെടുക്കണം. സ്കിന്നിൽ കുറച്ച് ടൈം എടുക്കും ഇത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വൈറ്റ് എക്സ്ട്രാ നിൽക്കുന്നുണ്ടല്ലേ കണ്ടില്ലേ. ഇത് അപ്ലൈ ചെയ്ത് എടുക്കാൻ ഒരുപാട് ടൈം എടുത്തു. ഇത് ഇപ്പോഴും ഭയങ്കര സ്റ്റിക്കിയാണ്, ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതാണ്. പക്ഷേ ഇവിടെ കണ്ടോ ഭയങ്കര സ്മൂത്താണ്, ഒട്ടും സ്റ്റിക്കല്ല. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്കൊരു ഫൗണ്ടേഷൻ മേക്കപ്പ് ഇടുകയാണെങ്കിലും ഈസി ആയിട്ട് ബ്ലെൻഡ് ആവും. പക്ഷേ ഇവിടെ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കേക്കി ആയിരിക്കും. അപ്പോൾ ഞാൻ മുഴുവൻ തുടച്ച് കഴിഞ്ഞിട്ട് മുഴുവൻ മാമാ എർത്തിന്റെ മോയ്സ്ചറൈസർ ക്രീമാട്ടോ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സ്കിന്നിലൊരു ഗ്ലോ കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു വിൻ്റർ സീസണിൽ നല്ല മോയ്സ്ചറൈസർ തന്നെ നമ്മളെ സ്കിൻ കെയർ റൂട്ടിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മാമാ എർത്തിന്റെ ഈ ഒരു ബീട്രൂട്ട് ഹൈഡ്രാ ഫുൾ ലൈറ്റ് മോയ്സ്ചറൈസിങ് ക്രീം തന്നെ യൂസ് ചെയ്തോളൂ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് അപ്ലൈ ചെയ്യാനൊക്കെ ഈസിയാണ്. പിന്നെ മാമാ എർത്തിന്റെ ബ്രാൻഡ് സേഫ് ബ്രാൻഡാണ് കേട്ടോ. അതായത് കെമിക്കൽ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കൂടെ നമ്മൾ കൂപ്പൺ കോഡ് കൂടി ഉപയോഗിച്ചോളൂ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഈ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ രാവിലത്തെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളൊരു ഇങ്ങനെ ഈ ഒരു ഫോട്ടോ കാണിച്ചു തന്നില്ലേ, ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ടെന്ന്. ജസ്റ്റ് അതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് എത്രയാണ് പ്രൈസ് ആയതെന്നൊക്കെ. അപ്പോൾ അതിന് പ്രൈസ് എത്രയാണെന്ന് ഞാൻ ഇവിടെ കൊടുക്കുക, ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഫർണിച്ചർ പോലത്തെയൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതൊക്കെ വാങ്ങിക്കുമ്പോഴേ നമുക്ക് അവരതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാവും നമുക്കിത് ഫിക്സ് ചെയ്യാൻ ആവശ്യമുണ്ടോ എന്നുള്ളത് ഉണ്ടാവും. വേണമെങ്കിൽ നമുക്ക് ആൾ വന്നിട്ട് ഫിക്സ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ പുറത്തായിരിക്കുമ്പോഴാണ് അവർ വിളിച്ചത്, ഇങ്ങനെ വരട്ടെ ഫിക്സ് ചെയ്യാൻ. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അപ്പോൾ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ തന്നെ ഫിക്സ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. എന്നിട്ട് ഞാൻ അത് നല്ല സുഖമുണ്ട്, കാരണം ബുക്കിലെല്ലാം കറക്റ്റായിട്ട് ലെറ്റേഴ്സ് വെച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ബോർഡും ആ ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചിത്രം നോക്കി ജസ്റ്റ് ജോയിൻ ചെയ്യിപ്പിച്ചാൽ മാത്രം മതി. അതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇതാ ആണികൾ ഇതുപോലെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കണം. അപ്പോൾ ഒരുപാട് ഭാഗത്ത് അങ്ങനെ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കാനുണ്ട്. അത് കുറച്ച് നേരമൊക്കെ മെനക്കിട്ടു, പിന്നെ പണിവാളി. അപ്പോൾ അതിന് എനിക്ക് വേറൊരു പണി കിട്ടി. അപ്പോൾ ഇതൊക്കെ അവിടെ വെച്ചിട്ട് പോയിട്ടോ. ആ പണി കാണിച്ചു തരാം. ഇത് പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അവൾ ഡ്രസ്സ് എടുക്കാൻ വരുമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഇഷ്ടമല്ല, എനിക്ക് പ്രത്യേകിച്ചും ഇഷ്ടമാണ് നമ്മളിങ്ങനെ ഡ്രസ്സുകളൊക്കെ എടുക്കണം കാണാനും. ഒരു പുതിയണിഞ്ഞുള്ള എൻഗേജ്മെൻ്റ് ആണെങ്കിലും പുതിയണിഞ്ഞുള്ള ഡ്രസ്സൊക്കെ ആകുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പോട്ടെ, അമ്മച്ചിയും ഞാനും ഉണ്ണിക്കുട്ടനുണ്ട് ഇവിടെ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ കൂടെയാണ് പോകുന്നത്. സുലുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പെരിന്തൽമണ്ണക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പ്രതീക്ഷിക്കാത്തൊരു മീറ്റപ്പാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഷെഫ് കുട്ടൻ്റെ പെണ്ണിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ, പെരിന്തൽമണ്ണയ്ക്ക്. അപ്പോൾ അസൂക്കും ഇസൂക്കും രണ്ടുപേർക്കും എക്സാം ഉണ്ട്. അസൂന് ഈവനിങ് വരെ ഉണ്ട്. അപ്പോൾ എന്നാലും വാപ്പ വീട്ടിലുണ്ടല്ലോ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇസൂന് എന്തായാലും പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിൽ.
വലിയ ആളായിട്ട് ഓക്കെ ഓക്കെ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞോ. എവിടെ മാമാന്നോ? മാമാന്നല്ലേ? ആ ഓക്കെ. എവിടക്കാ പോണത്? എവിടക്കാ പോണേ? വീട്ടിലേക്കല്ല പോകുന്നത്. അതുമല്ല അതൊന്നല്ല, വേറെ സ്ഥലത്തേക്ക് പോവാ. അപ്പൊ ഇതാ നമ്മൾ വന്നപ്പോ അവിടെ സുലുത്തിയും ഷൈത്തിയും അളിയനും ഷെഫ്കുട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ തെരഞ്ഞെറിഞ്ഞ് ഒരു ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഷൈത്താന്റെ വീഡിയോയിൽ കാണാം. അപ്പൊ ഞങ്ങളിതവിടെ യാമിക്കുട്ടി ഞങ്ങള് പെട്ടെന്നാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നോണ്ട് യാമിക്കുട്ടി ഒന്ന് കാണാറായി. ഡ്രസ്സൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. മറ്റേ ലാലക ഞാൻ മത്സ്യപ്പെടണമേ അത് രസമുണ്ട്. നല്ല പുതിയ കിട്ടും. എല്ലാ സാധനം ഓനാണ് സെലക്ട് ചെയ്തത്. മറ്റേത് പറ്റൂല. എന്താ ഉണ്ടാക്കലറിയോ? ഇത് രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡ്രസ്സിന്റെ ഭംഗി അങ്ങനെ തന്നെ ഉണ്ട്. ഡ്രസ് എടുക്കലൊക്കെ കഴിഞ്ഞതാ. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. മസാലയിൽ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഷൈത്തക്ക് ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുപോലെ അവൾക്ക് ചെരുപ്പൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ ഇവിടുന്ന് എടുത്തിട്ട് കലിസ്റ്റയ്ക്ക് കൊണ്ടു കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ഫാമിലിയിൽ പോകാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പോയിട്ട് പിന്നെ മലബാർ ഗോൾഡിൽ പോയിട്ട് ജ്വൽസൊക്കെ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയിട്ടോ, കാരണം ഞങ്ങൾക്ക് ഇനി ഫാമിലി പോയിട്ട് വേണം തിരിച്ചു പോകാൻ. അപ്പോൾ തന്നെ നല്ല നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നമ്മൾ ഒരുവിധം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടനുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവന് ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കി അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് എല്ലാം ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നപ്പോൾ ആളിത് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. കേട്ടോ ഇതാണ് നമ്മൾ വാങ്ങിച്ച ഈ ഒരു ഇതുപോലെയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൽ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പുതിയ കുറച്ച് ചെരുപ്പുകൾ വെക്കാം, അതേപോലെ നമുക്ക് അതിൻ്റെ ബുക്സുകൾ വെക്കാം, കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ വെക്കാം. അങ്ങനെ വെക്കാനുള്ളൊരു സ്പേസ് അത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ.